ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ബാൻജോ കേക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കപ്പ് കേക്കും പോപ്സിക്കിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് 2 kg ബാറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് 1.5 kg വാൻചോ കേക്കാണ്. അപ്പോൾ 2 kg ബാറ്റർ എടുത്തിട്ടുണ്ട്. ബാക്കി ബാറ്റർ കൊണ്ട് ഞാൻ 6 കപ്പ് കേക്കും അതുപോലെ തന്നെ 6 പോപ്സിക്കിൾസും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 kg എടുത്തിട്ടുള്ളതിൽ 1.5 kg കൊടുത്തിട്ടുള്ളത് നമ്മൾ 7 ഇഞ്ചിൻ്റെ ഹൈറ്റുള്ള പാനിലാണ് കേട്ടോ. അപ്പോൾ വാനില കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും ഒരുമിച്ച് ഉണ്ടാക്കുന്നത് വാൻചോയുടെ 1 kg റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതാണ്, മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അളവിൽ 2 kg എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തു. പിന്നെ വന്നിട്ട് വാൻചോ കേക്കിൻ്റെ ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു ലെയർ ചോക്ലേറ്റ്, ഒരു ലെയർ വാനില വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്നും ഇതിൽ കാണിക്കണില്ല. ഞാനിപ്പോൾ ഇത് കേക്ക് 5 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ കാണിച്ച് വീണ്ടും നിങ്ങളെ ഞാൻ മുഷിപ്പിക്കണില്ല. അപ്പോൾ അത് നമ്മൾ കേക്ക് ഇവിടെ ക്രീം കോട്ടൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ബിഹൈൻഡ് ദ സീനാണ്. നമ്മൾക്ക് ഇത്രയും ഏരിയ ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു കേക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ അത്യാവശ്യം മെനക്കെടുള്ള പണിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഷൂട്ടും കൂടി ചെയ്യാന്ന് പറയുമ്പോൾ ഒത്തിരി റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ പറഞ്ഞിരുന്നത്. ഒന്നുമല്ല, നന്നായിട്ട് ഇരുട്ടിയിട്ടുമുണ്ട്, വേറെ ഒന്നുമല്ല, പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ആ ഒരു കേക്ക് കണ്ടിട്ടാണ് ഈ കസ്റ്റമർ നമ്മളോട് ഇങ്ങനെ ഒരു കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ എന്ന് പറയുന്നത് വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഞാനിപ്പോൾ ക്രീം കോട്ട് കഴിഞ്ഞ കേക്കിലേക്ക് ഫുൾ കവറിങ് ചെയ്യാനായിട്ട് നമ്മൾ മാജിക്കിൻ്റെ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഹെയർ ബ്രഷ് പിന്നെ ഞാൻ എടുത്തിട്ടില്ല, എടുക്കണം. ഇൻഷാല്ലാ ഞാൻ എടുക്കൂട്ടോ. ഞാൻ ഒന്നും കൂടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഇത് വന്നിട്ട് ഇവർ പ്രത്യേകിച്ച് ബ്ലാക്ക് കളറൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു കേക്ക് കണ്ടപ്പം അതുപോലെ വേണം, അതുപോലത്തെ മോഡൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ചെയ്തിട്ടുള്ളത് കുൽഫി കേക്കിലായിരുന്നു. ഇത് വാൻചോ കേക്കിലാണ്. അന്നത്തെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്യുവർ ബ്ലാക്ക് കളർ വേണമെന്നായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് ബ്ലാക്ക് അവരുടെ ഹസ്ബൻഡിന് വേണ്ടി അന്ന് ഇതേപോലെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു കേക്കും എനിക്ക് ബ്ലാക്ക് കളർ കിട്ടിയില്ല കേട്ടോ. കാരണം അത് 2 kg കേക്കും ആയിരുന്നു. അത്രയും കേക്ക് കവർ ചെയ്യാനായിട്ട് ഒത്തിരി ബ്ലാക്ക് കളർ ഞാനിതിൽ ചേർക്കേണ്ടതുണ്ട്. പക്ഷേ എത്ര ചേർത്തിട്ടോ അത് ബ്ലാക്കിലേക്ക് ആയില്ല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലാസ്റ്റ് ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ഫ്രണ്ട് പോർഷനെങ്കിലും ബ്ലാക്ക് ആയി കിട്ടുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എയർ ബ്രഷിലായിരിക്കും അത് കിട്ടൽ. ഇലക്ട്രിക് എയർ ബ്രഷ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു നമ്മളെ മാജിക്കിൻ്റെ ഈ ഒരു ബ്ലാക്ക് വെച്ചിട്ട് തന്നെ. ആ ഒരു കേക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ എയർ ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനുണ്ടല്ലോ ബ്ലാക്ക് കളറിൻ്റെ മൂടിയൊക്കെ അഴിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സ്പൈഡർമാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബ്ലാക്ക് കളർ അത്യാവശ്യം തീരുമാനമായിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ പ്രത്യേകിച്ച് കളറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു ഹാഷ് കളറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് പിന്നെ കേക്ക് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് തന്നെ സ്റ്റാറ്റസ് ഇട്ട ടൈമിൽ എല്ലാവരും വീണ്ടും ഇതിൻ്റെ കളർ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളർ ഞാൻ ചേർക്കുന്ന ടൈമിൽ ഇത് ഒത്തിരി കയ്പ്പ് വരില്ല ഇത്ര അധികം കളർ ചേർത്താലെന്നൊക്കെ. ഒരിക്കലും കയ്പ്പ് വന്നിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ ഈ ഒരു കേക്കൊക്കെ കൊടുത്താലും നമുക്ക് അതിൻ്റെ റിസൾട്ട് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അവരൊന്നും ഇതുവരെ കയ്പ്പിൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒറ്റ കസ്റ്റമറും പറഞ്ഞിട്ടില്ല. അതുപോലെ എൻ്റെ ഒരു റെഡ് വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു, റോസറ്റ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക്. ആ ഒരു കേക്കും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും കളറൊക്കെ ചേർക്കുമ്പോൾ കയ്പ്പ് വരില്ലേ എന്നുള്ളത്. ഞാൻ ആ ഒരു കേക്ക് സെയിം ഡിസൈന് ഞാനൊരു 6 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു കസ്റ്റമറും കയ്പ്പ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതാ നമ്മൾ കേക്ക് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ആ ഒരു ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഞാനൊരു സ്ക്യൂവർ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു വുഡൻ സ്ക്യൂവർ ഇറക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. പിന്നെ ഇത് ഒത്തിരി ലോങ്ങിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. ആ ഹൈറ്റുള്ള കേക്ക് എന്തായാലും 1.5 ആണെങ്കിലും 2 കിലോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. ട്രാവലൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒത്തിരി ദൂരത്തേക്ക് അല്ലെങ്കിലും അടുത്തേക്കാണെങ്കിലും നമുക്ക് ഒരു സ്ക്യൂവറൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് ഇതുപോലെ ഐസിങ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് വീഴാതിരിക്കാനൊക്കെ ആയിട്ട് ഈസി ആയിരിക്കും. ഇതുപോലെ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൈപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും എൻ്റെ ഫോണ് ഹാങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം ഇപ്പോൾ ഉള്ള ഭാഗമൊക്കെ ഞാൻ വേറെ ഫോണിൽ എടുത്തിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്.
ഇനി വന്നിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാലറ്റ് നൈഫിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സെയിം ബ്ലാക്ക് ജെൽ കളർ ഉണ്ടല്ലോ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കാണുന്ന നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടേക്ക് ബ്ലാക്ക് കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെയാണ് ഞാൻ ആദ്യം കേക്കിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ബ്ലാക്ക് വേണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഡയറക്റ്റ് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്തു എന്ന് വെച്ചിട്ടും ഒരിക്കലും കയ്പ്പ് ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. എന്നിട്ട് ഡയറക്റ്റ് കേക്കിലേക്ക് അങ്ങ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോർഷൻ മാറിപ്പോയി. ഫ്രണ്ട് പോർഷൻ ആക്കേണ്ട ഭാഗം കുറച്ച് ഇങ്ങോട്ട് തെന്നിപ്പോയിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് നമ്മളെ ചോക്ലേറ്റൊക്കെ വെക്കണോണ്ട് തന്നെ ഞാൻ കേക്ക് കുറച്ച് ബാക്കിലേക്ക് തള്ളിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മീൻസ് കൃത്യം നടുവിലാക്കിയിട്ടല്ല, കുറച്ച് കണ്ടോ നമ്മളെ കേക്ക് ബോർഡ് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഭാഗം നമുക്ക് അവിടെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വേണം. അപ്പോൾ അതിനായിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ആവാത്ത ഭാഗത്തേക്ക് വീണ്ടും നമുക്ക് ഇതുപോലെ പാലറ്റ് നൈഫിലേക്ക് കളറാക്കി കൊടുക്കുക. വീണ്ടും ആവാത്ത ഭാഗത്തേക്ക് ആക്കിയിട്ട് ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു ബ്ലാക്ക് കളറാവുകയും ചെയ്യും. വേറൊരു പ്രത്യേക ഡിസൈനുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കയ്പ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. ഇനി ഇത് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കുക. അതിനായിട്ട് നമുക്ക് നമ്മളെ സ്റ്റീൽ സ്ക്രാപ്പർ ഉണ്ടല്ലോ വലിയ, അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് എല്ലാ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് കളർ കൊടുക്കണമെങ്കിൽ വീണ്ടും ആവാത്ത ഭാഗത്തേക്ക് വീണ്ടും കളർ കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ ഒരു ഡെക്കറേഷൻ പോലെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പകുതി ഭാഗത്തായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 6 പോപ്സിക്കിളും അതുപോലെ കപ്പ് കേക്കും ഉണ്ടല്ലോ. പോപ്സിക്കിളിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോപ്സിക്കിളും കേക്സികൾക്കും റെഡി ആവാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കപ്പ് കേക്കാണ്. കപ്പ് കേക്ക് ഞാൻ ബ്ലാക്ക് കപ്പിലാക്കിയിട്ട് ഇനി അതൊരു ബ്ലാക്ക് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വൈറ്റ് ക്രീമിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പലർക്കും ചോദിക്കാറുണ്ട് കപ്പ് കേക്കിന് നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടോയെന്ന്. ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒന്ന് ഷുഗർ സിറപ്പ് നനച്ചതിന് ശേഷമാണ് കേട്ടോ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറേ പേര് എങ്ങനെയാണ് പാക്കിംഗ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിതിൽ പാക്കിംഗ് കാണിക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാനിപ്പോൾ കപ്പ് കേക്കിൻ്റെ പുതിയൊരു ബോക്സ് വാങ്ങിയതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിൽ കപ്പ് കേക്ക് കൊള്ളും, പക്ഷേ ഇതിൻ്റെ മുകളിലൊരു അതിനൊരു സപ്പോർട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അത് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കപ്പ് കേക്കിൻ്റെ ക്രീമിലൊക്കെ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ കാര്യമില്ലാന്ന് തോന്നി. ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വെക്കണത്. എന്നാലും വേണ്ടില്ല, നമുക്ക് കുറച്ച് ഭംഗിക്ക് കൊടുക്കാനായിട്ട് കപ്പ് കേക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കേക്ക് നമ്മൾ ഹൈറ്റ് ഉള്ളത് ചെയ്യുന്ന ടൈമിൽ മുകൾ ഭാഗം ഒന്നും തട്ടാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഹൈറ്റ് ബോക്സാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെക്കാൻ നോക്കുമ്പോൾ ഇത് അതിനേക്കാളും ചെറിയ ഒരു ഹോളാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത്. അത് തമ്മിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അത് കറക്റ്റ് അല്ല. അപ്പോൾ അത് കാരണം അത് ഞാൻ മുകൾ ഭാഗം വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ കപ്പ് കേക്ക് അതിലാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കേക്ക് ഡെക്കറേഷന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡൻ ബോൾസ് ഉണ്ട്. അതിനായിട്ട് ഞാൻ നമ്മളെ ലെമൺ യെല്ലോ ഉണ്ടല്ലോ, മാജിക്കിൻ്റെ ലെമൺ യെല്ലോ ഫോണ്ടൻറ്റിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഗോൾഡൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യെല്ലോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം യെല്ലോ കൊടുത്തിട്ട് പിന്നെ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ല ഗോൾഡൻ കളറിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് അത് ഒരു 6 ബോൾസ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയിട്ട് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അതല്ല ഇനി നിങ്ങൾക്ക് ഷോർട്ട്സിൽ തന്നെ അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട്സ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിലൊന്ന് ഗോൾഡൻ ഡസ്റ്റിൽ മുക്കിയെടുക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ബോൾസ് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഗോൾഡൻ ഡസ്റ്റ് എടുക്കാം. അതിലേക്ക് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി, പിന്നെ ബ്രഷ് ചെയ്തതിനേക്കാളും ഈസി ആയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് നമ്മൾ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് ഡയറക്റ്റ് അതിൽ കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് CMCയും ടൈലോസും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഇതിൽ തന്നെ ഉരുട്ടിയെടുക്കാം. പിന്നെ നമുക്കിത് സൈഡിലായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ടില്ല, അങ്ങനെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബോൾസും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ഇതുപോലെ. അതിനായിട്ട് കിറ്റ്കാറ്റും ഷോർട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ഇപ്പോൾ മറ്റേ ഫോൺ ഹാങ് ആയപ്പോൾ വേറെ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്.
അത് എൻ്റെ കയ്യിൽ നിന്നും തട്ടിത്തെറിച്ച് താഴേക്ക് വീണു. പിന്നെ നമ്മളെ കേക്ക് വാങ്ങാനായിട്ട് കസ്റ്റമർ എത്താനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡ്രിപ്പ് വെച്ചിട്ടാണ്. കുറേ ആൾക്കാർ ഈ ഒരു ഡ്രിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിൽവർ ഡ്രിപ്പ് വെച്ചിട്ടാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് ഇതുപോലെ ഷോർട്ട്സും അതുപോലെ ഫെറാറോ റോഷറും കിറ്റ് കാറ്റും ഒക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്തു എന്നുള്ളത്. വെറുതെ ചിരിച്ചും മറിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മൾ താഴെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ബോർഡുമിലാണ് പേര് എഴുതി കൊടുത്തിട്ടുള്ളത്. ഹസ്ബിത്താനോട് പറയുന്നുണ്ട് കേക്ക് അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു അതിൻ്റെ സ്പോഞ്ച്, അതേപോലെ തന്നെ നല്ല യമ്മി ആയിരുന്നു, മധുരമൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ താങ്ക് യു ഫോർ ഹർ കേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേട്ടല്ലോ, ഇതാണ് നമ്മളെ കസ്റ്റമറിൻ്റെ റിപ്ലൈ. അപ്പം ഹാപ്പി ബർത്ത്ഡേ പവിക്കുട്ടി. ഒരിക്കൽ കൂടി ഒരു 100 വർഷം കൂടി ഇതുപോലെ ആയുസ്സും ആരോഗ്യത്തോടെയും ജീവിക്കാൻ പടച്ചവനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണോട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.